മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം കുടകിൽ ഒരു ട്രെക്കിങ്ങിന് പോയ ഒരു യുവതിയുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാണാനില്ല അങ്ങനൊരു കേസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, ശരിയല്ലേ? ന്യൂസിലേക്ക് അത് വളരെ ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ളൊരു സംഗതിയായിരുന്നു. വലിയ സന്തോഷത്തിലേക്കാണല്ലോ. ഞാൻ നേരത്തെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടീമിന്റെ ഏറ്റവും നല്ല ടീം ലീഡറാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ ആണെന്നാ പറഞ്ഞത്. അതെ, അപ്പോ ആ ഒരു വിൽ പവർ ആണ് ഇവിടെ കണ്ടത്. അതെ. ഇപ്പോ ഞങ്ങൾ ആരെങ്കിലും ഒരാളാണ് അവിടെ ഉള്ള ചെങ്കി ശരണ്യ ചാവണ വരെ അവിടെ തെരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോ കിട്ടിയൊരു സന്തോഷം പോവില്ലല്ലേ? 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇല്ല, അതെ അതെ അതെ, സന്തോഷം മാത്രം, വേറൊന്നും പറയാനില്ല. കരച്ചു ഒരു വിൽ പവർ ഭയങ്കരം തന്നെയാണ്. ടീമിനെ ലീഡ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണോ? അതെ, ആശാനെ കണ്ടിട്ടാണ് ഞങ്ങൾ ഓരോന്ന് പഠിക്കുന്നത്. ഇപ്പൊ പലരും അറിയില്ല. അടിപൊളിയാണ്, ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു മനുഷ്യൻ, അത്രേ ഉള്ളൂ. അതെ അതെ അതെ, ഒന്നുമില്ല, അങ്ങോട്ട് എത്തിയാ കിട്ടിയാൽ മതി. ദിവസത്തെ ഒരു വേദന, വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. ശരണ്യനൊന്ന് കണ്ടാൽ മതി, ഒന്നും പറയാനില്ല. പറയാനുള്ളതൊക്കെ കാണുമ്പോ നേരിട്ട്. ശരണ്യയുടെ കൂടെ ജോലി ചെയ്യുന്നവരാണ് ഇവര്. രാവിലെ നമ്മൾ കണ്ട സമയത്ത് ഇവർ നമ്മോട് പറഞ്ഞത് ശരണ്യ അവരുടെ ടീമിലെ ഏറ്റവും കാലിബറുള്ള, ഏറ്റവും നല്ല മോട്ടിവേറ്റർ ആയിട്ടുള്ള ആളാണ്. അങ്ങനെയൊന്നും അവർ പോകില്ല, അവരുണ്ടാകുമ്പോൾ അവരെന്തെങ്കിലും ശക്തമായിട്ട് പിടിച്ചു നിൽക്കാനുള്ള വഴി കണ്ടെത്തിയിട്ടുണ്ടാകുമെന്ന് നമ്മോട് പറഞ്ഞിരുന്നത് ആ വ്യക്തികളാണ്. ശരണ്യയുടെ സുഹൃത്തുക്കളാണ്, കൂടെ ജോലി ചെയ്യുന്നവരാണ്. സന്തോഷത്തിലേക്ക് വഴിമാറിയല്ലോ. വളരെയധികം സന്തോഷമുണ്ട്. നമ്മള് വിചാരിച്ച പോലെ തന്നെ ശരണ്യനെ ഹോപ്പ് നമ്മൾ കൈവിട്ടിട്ടില്ല. അതുപോലെ തന്നെ ശരണ്യ തിരിച്ചു വരുന്ന പറഞ്ഞാൽ വളരെയധികം സന്തോഷം. വേറെ വാക്കുകളൊന്നുമില്ല പറയാൻ ഈ ഒരു സിറ്റുവേഷനിൽ. പിന്നെ ഈ എക്സസൈസ് സെർച്ച് കണ്ടക്ട് ചെയ്ത എല്ലാവർക്കും നമ്മളെ ആശങ്കയാണ് നമ്മൾ ആ സമയത്ത് പങ്കുവെച്ചത്. അപ്പോൾ ഇത്രയും സെർച്ച് കണ്ടക്ട് ചെയ്ത എല്ലാവർക്കും നമ്മളെ ഒരു നന്ദി പറയുന്നുണ്ട്. എന്തായാലും ആള് തിരിച്ചു കിട്ടിയല്ലോ, അതന്നെ വലിയൊരു വിൽ പവർ ഉള്ള ആളാണ്. നിങ്ങൾ ഏറ്റവും നല്ല ടീം ലീഡർ ആണെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ കണ്ടത്. ആ വിൽ പവർ ആണ് നമ്മൾ ഇവിടെ കണ്ടത്. 4 ദിവസമായിട്ടും ആൾക്ക് നമ്മൾ തിരിച്ചു വരുന്ന അത്രയും 100% വിശ്വസിച്ചിരുന്നു. അതുപോലെ ഹലോ ಮೇಡಮ್ ಮೇಡಮ್ ಕೊಡ್ತೀನಿ ಮೇಡಮ್. ಯಾರು ಮಾತಾಡ್ತಾರೆ? ಫಾದರ್ ഹലോ 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 ആ കേൾക്കുന്നുണ്ട്. എന്താ പറയുന്നത് മനസ്സിലായി. ഒരു വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ആദ്യം ചീവീട് സ്റ്റാർട്ട് ചെയ്യും. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നിറയെ മിന്നാമിനുങ്ങൾ വരും. സീസണിലാണോ എനിക്കറിയില്ല, നിറയെ വരും. പിന്നെ ഈ സ്കൈ ഭയങ്കര ക്ലിയർ ആയിരിക്കും. നമുക്ക് സ്റ്റാർസ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സാറ്റലൈറ്റ്സ് പോകുന്നത് കാണാൻ പറ്റും. പിന്നെ ഇപ്പൊ ഫുൾ മൂൺ ടൈം ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 11 o'clock ഒക്കെ ആകുമ്പം മൂൺ ഇങ്ങനെ വരും. പിന്നെ കംപ്ലീറ്റ് കാട് മുഴുവൻ നല്ല ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല, അത്ര ലൈറ്റ് വരുന്നുണ്ടായിരുന്നു. നല്ല വെട്ടമാണ്. പക്ഷെ അത് നമുക്ക് പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും കാണാനും പറ്റുന്നില്ല. നല്ല ലൈറ്റ് ഉണ്ട്, പക്ഷെ ഡീറ്റെയിൽസ് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഭയങ്കര രസകരമായ കാഴ്ചയാണ്. ഈ ഒരു ആശങ്കയുടെ നേരിലല്ല നിന്നാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയാനല്ലേ? അല്ല, എന്നിട്ടും എൻജോയ് ചെയ്തോ? ഞാൻ പകലിടയ്ക്ക് ഞാൻ ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. ആണല്ലേ? ഈ ആളുകൾ പലപ്പോഴും ചോദിക്കും, ഇത് എന്തിന്റെ കേടാണ്, ഇതുപോലൊക്കെ കാട്ടിൽ പോയി നിൽക്കണോ, ഈ ഒറ്റപ്പെട്ടു പോകണോ, അങ്ങനൊക്കെ കുറച്ച് പേരെങ്കിലും വിചാരിക്കും. മറ്റു കുറച്ച് ആളുകൾ പറയുന്നത് കൊള്ളാം, വൈബാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പെഡിഷൻസ് വഴിയാണ് എല്ലാ മാറ്റങ്ങളും നടക്കുക എന്നാണ്. എന്ത് തോന്നുന്നു ഇങ്ങനെ യാത്രകൾ, ഈ യാത്രയിൽ ഒറ്റപ്പെട്ടു പോവുക ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വികാരം എന്താണ്? ഞാൻ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് എനിക്ക് അല്ല, ട്രെക്കിങ്ങിന് പോകാറുണ്ടോ സ്ഥിരമായിട്ട്? ട്രെക്കിങ്ങിന് ഇടയ്ക്കൊക്കെ പോകണം, സ്ഥിരമായിട്ടല്ല, ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ഒറ്റപ്പെട്ടു പോകുന്നൊക്കെ ഫസ്റ്റ് ടൈം. അതെ. ഈ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണോ അതോ? ട്രെക്കിംഗ് അല്ലാതെയും ചെറുതായിട്ടൊക്കെ യാത്രയൊക്കെ പോകാറുണ്ട്. വീട്ടുകാരോട് പറഞ്ഞിട്ട് പോയ യാത്രയായിരുന്നോ? ഇത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ കൂർഗ് എത്തിയ ശേഷം വിളിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ ഈ ഹോം സ്റ്റേ ഒന്നും കിട്ടിയില്ല, അത് നോക്കണമായിരുന്നു. പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ നല്ല രീതിയിലുണ്ടായിരുന്നു, വിളിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ വീട്ടുകാർ ശരിക്കും ഇത് അറിഞ്ഞത് മിസ്സിംഗ് ആയപ്പോഴാണോ? അതിന് ശേഷമായിരിക്കണം. എന്ത് പറഞ്ഞു ആദ്യം വിളിച്ചപ്പോഴത്തേക്ക്? എന്താ പറഞ്ഞത്? ഇന്നലെ വൈകിട്ടാണ് വിളിക്കുന്നത്. പ്രശ്നമൊന്നുമില്ല, ഹാപ്പിയാണ്. തിരിച്ചു കിട്ടിയോണ്ടായിരിക്കും. വഴക്കൊന്നും ഇനിയിപ്പോ പറയില്ലായിരിക്കും. അറിയില്ല. ഇത് ഇത്ര വലിയ ചർച്ചയായി മാറുമെന്നും ഈ പുറത്ത് ലോകം ഇത്ര കാര്യമായി ചർച്ച ചെയ്യുമെന്നൊക്കെ
തോന്നിയിരുന്നു അവിടെ ഇങ്ങനെ ആകാശത്തേക്ക് മിന്നാമിനുങ്ങിന്റെ വെട്ടത്തിൽ? ഇല്ലില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തത് എൻ്റെ ബ്രദർ ഉണ്ട്, ബാംഗ്ലൂരാണ്, അവൻ എത്തുമായിരിക്കും. പിന്നെ ലാസ്റ്റ് ലൊക്കേഷൻ അറിയുന്ന ഫ്രണ്ട് ഉണ്ട് യദു, അവനും എത്തുമായിരിക്കും. അതെനിക്ക് 100% ഉറപ്പായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു മീഡിയയിലൊക്കെ ഇത്ര ഇതാവും എന്നുള്ള രീതിയിലൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇനിയിപ്പോ അങ്ങനെ യാത്രകൾ തുടരുമോ അതോ? യാത്ര തുടരണം. ഇനി ഞാനിങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയല്ലോ. തിരിച്ചറിഞ്ഞു. അതാണ് ഒരു പ്രശ്നം. എന്നാലും പോവാം അല്ലേ? തീർച്ചയായും. ഇനിയിപ്പോ എന്നാ പോകുന്നത്? തിരിച്ചു ജോലിക്ക് ഉടനെ പോവോ അതോ? ജോലിക്ക് നാളെ പോകാനാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത ട്രിപ്പ് വീട്ടിൽ പറഞ്ഞിട്ടാണോ പോവാ പറയാതെ പോവാ? വീട്ടുകാരുടെ നിലപാടൊന്നും കറക്റ്റായിട്ട് അറിയട്ടെ എന്നിട്ട് പറയാം. ഈ കാടിനുള്ളിൽ ഇത്രയും ദിവസം തങ്ങി, ഒറ്റയ്ക്ക് തങ്ങി, അപ്പം എന്തെങ്കിലും ഒരു സാധനം, ഇപ്പം ശരണ്യ പറഞ്ഞ പോലെ സർവൈവൽ ആണ് ഏറ്റവും പ്രധാനം. മനുഷ്യൻ ഏത് സാഹചര്യത്തെയും പൊരുത്തപ്പെടും, അതിജീവിക്കും. ഈ ഘട്ടത്തിലും ചോദിക്കണം, ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഭയപ്പാട് തോന്നിയിരുന്നോ? ഇല്ല, ഭയപ്പാട് ഒരിക്കലും തോന്നിയില്ല. പിന്നെ ഫസ്റ്റ് രാത്രിയായപ്പം കുറേ നേരം ഇരുന്ന് ലാസ്റ്റ് ഒരു ഉറങ്ങാനുള്ളൊരു മൂഡിൽ കിടക്കാൻ നോക്കുന്ന സമയത്ത് തൊട്ട് ബാക്കുന്ന ഒരു വലിയ സൗണ്ട് കേട്ടു. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത എന്തോ അനിമലാണോ എന്തോ പക്ഷിയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ സൗണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഞെട്ടി, അല്ലാതെ പേടിയായിട്ട് തോന്നിയിട്ടില്ല. ഈ ഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു കയ്യിൽ? ഇന്നലെ ശരണ്യ തന്നെ പറയുന്നുണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഈ 4 ദിവസവും? അതോ മറ്റ് ഈ കാടാണല്ലോ, മറ്റ് ഫലവൃക്ഷാദികളോ കായ്കനികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, ബിസ്ക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, വെള്ളം മാത്രമായിരുന്നു. ഞാൻ പോകുമ്പോൾ ചെറിയ ട്രക്കായത് കാരണം വെള്ളവും ഒരു പഴം മാത്രമായിരുന്നു കരുതിയത്. അപ്പോൾ അത് ഞാൻ പീക്കുന്ന തന്നെ കഴിച്ചു. പിന്നെ വെള്ളം സ്ട്രീമിലുള്ളത് കാരണം വെള്ളം ഇഷ്ടംപോലെ കുടിക്കുന്നുണ്ടായിരുന്നു. ശരി, അപ്പം ഈ പുറത്ത് എത്തിക്കുമ്പോൾ, ഇപ്പം ശരണ്യ കാടിനുള്ളിൽ നിന്ന് പുറത്തെത്തിക്കുമ്പോഴൊക്കെയും നമ്മളെ അത്ഭുതപ്പെടുത്തതും എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശരണ്യയുടെ ഒരു മനക്കരുത്താണ്. ഇത് സ്വയമേ ആർജിച്ചെടുത്തയാണോ അതോ ആ ഒരു ഘട്ടത്തിൽ അത് അങ്ങനെയായി തീർന്നതാണോ? എനിക്കറിയില്ല, ഞാനത്ര ഭയങ്കര ബോൾഡായ ഒരാളൊന്നുമല്ല. ചില സിറ്റുവേഷനിൽ നമ്മൾ മീൻസ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണല്ലോ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കും. ഓക്കെ. ഈ ശരണ്യ ഇനി ഇതുവരെ എത്ര ദൗത്യം ഇങ്ങനെ നടത്തിയിട്ടുണ്ട്? എത്ര ഈ ട്രക്കിംഗ് എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്? ഞാൻ കൗണ്ടൊന്നും വെക്കാറില്ല, ഞാൻ റാൻഡമായിട്ട് ട്രക്ക് ചെയ്യാറുണ്ട്. അല്ലാത്ത ഇത് തന്നെയാണോ ഹോബി? പ്രധാനപ്പെട്ട ഹോബി ഇതാണോ? ഹോബി എന്ന് പറയാൻ ട്രക്കിങ് പൊതുവെ ചിലർക്ക് ആ ഒരു ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകണം തോന്നും. ഓക്കെ. അപ്പൊ ഇനിയും ഇതേപോലത്തെ ഇന്നലെ പറഞ്ഞിരുന്നു ഇനിയും ദൗത്യങ്ങൾ തുടരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഏതെങ്കിലുമൊക്കെ പ്ലാനിങ്ങിലുണ്ടോ? ഇപ്പോൾ ഇല്ല. ഞാൻ കർണാടക ഏരിയയിൽ ഞാൻ കുറച്ച് ട്രക്സ് ഒക്കെ ആലോചിച്ച് വെച്ചിരുന്നു. ഇനിയിപ്പോൾ കേരളത്തിലെ കർണാടകത്തിൽ എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് അറിയില്ല. നാദാപുരം സ്വദേശിനിയായിട്ടുള്ള ശരണ്യ, പുള്ളിക്കാരിയുടെ വയസ്സ് പ്രായം എത്രയാണെന്ന് എനിക്കറിയില്ല. ബട്ട് മേൽപ്പറഞ്ഞ സമൂഹ മാധ്യമ പേജുകളിലൊക്കെ ആൾക്കാർ കമന്റ് ചെയ്യുന്നത് 32, 39 എന്നിങ്ങനെയാണ്. ഒന്നിനെ ആയിക്കോട്ടെ, എബോവ് 30 ആയിരിക്കാം ഏജ്. ഈ പറഞ്ഞ പെൺകുട്ടി തടിയന്റെ മോൾ ഈ പറഞ്ഞ ട്രക്കിങ് കൊടക് ജില്ലയിലെ മടിക്കേരി താലൂക്കിൽ വരുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന കർണാടകത്തിൽ തന്നെ 2ാമത് വരുന്ന ഏറ്റവും വലിയ ഉയരം കൂടിയ ഒരു പ്രദേശം കൂടിയാണ് ഈ പറഞ്ഞ ഈ ട്രക്കിങ്ങിന് പോയ സ്ഥലം. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടെ അതിനുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ട്രക്കിങ്ങിന് പോയ സമയത്ത് 4 ദിവസത്തിന് ശേഷമാണ് പെൺകുട്ടിയെ തിരിച്ചു കിട്ടുന്നത്. ഇല്ലെ 4 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് പെൺകുട്ടിയെ ഈ പറഞ്ഞ പ്രദേശവാസികൾക്കും മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്കും തിരിച്ചു കിട്ടുന്നത്. കൂടെ ഉണ്ടായിരുന്ന 9 പേരും പുരുഷന്മാരാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ന്യൂസിലൊക്കെ അങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ 9 പേര്, ഓവറോൾ 10 പേരടങ്ങുന്ന സംഘം. തിരുത്തലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ ന്യൂസിൽ കണ്ടത് പ്രകാരമാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 9 10 പേരടങ്ങുന്ന സംഘം യാത്ര തിരിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറെ നേരം സഞ്ചരിച്ചതിനൊടുവിൽ വഴിതെറ്റി ഈ പറഞ്ഞ ശരണ്യ ഒറ്റപ്പെട്ടു പോവുകയും അങ്ങനെയാണ്
മീഡിയക്കാർക്ക് നൽകിയിട്ടുള്ള വിവരണം. അപ്പൊ അതിൽ എത്രമാത്രം സത്യം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും അതേപോലെ ഞാൻ ഒത്തിരി സഞ്ചരിച്ചിട്ടുണ്ട്, യാത്രകൾ നടത്തിയിട്ടുണ്ട്, ട്രക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. ആ മേൽ പറഞ്ഞ എൻ്റെ അനുഭവത്തിൽ നിന്നും അതേപോലെ എക്സ്പേർട്ടുകളുടെ അഭിപ്രായത്തിൽ നിന്നുമാണ് ഞാൻ കാര്യങ്ങൾ വിശകലനം ചെയ്ത് നിങ്ങളുമായിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. അപ്പോൾ ശരണ്യ എന്നുള്ളൊരു പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിൽ വലിയ ഫോളോവേഴ്സ് ഒന്നും കാണുന്നില്ല. സംതിങ് 700 സംതിങ്ങോ അങ്ങനെ കണ്ടാണ് ഫോളോവേഴ്സ്, 400 700 സംതിങ് കണ്ടാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സ് ഉള്ളത്. അതിന് വർദ്ധിക്കോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഒരു പ്രൈവറ്റ് അക്കൗണ്ടാണ്. മോട്ടോർ സൈക്കിൾ റൈഡിങ്ങിനൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരു CRS എന്ന് പറഞ്ഞ ഒരു വിമൻ റൈഡിംഗ് ഓർഗനൈസേഷന്റെ ക്ലബിലൊക്കെ മെമ്പർ ആണെന്ന് തോന്നുന്നു. കാരണം ഈ സോഷ്യൽ മീഡിയ അൽഗോരിതം എന്ന് പറയുന്ന സംഭവം ഇപ്പം നിലവിൽ ശരണ്യ എന്നുള്ളൊരു വിഷയം അല്ലെ ആ ഒരു പേര് ചർച്ചാ വിഷയമായ സ്ഥിതിക്ക് ഇപ്പോൾ അങ്ങനെ ഇരിക്കെ ആക്സിഡന്റലി നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പേര് സജഷൻ ആയിട്ട് അതിൽ വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ കണ്ടന്റുകളായിരിക്കും കൂടുതൽ നമുക്ക് ഫീഡിൽ ലിസ്റ്റിംഗ് ആവുന്നത് അല്ലെ. രണ്ട് കാര്യമുണ്ട്. ഇപ്പം സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും അതേപോലെ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. നമ്മൾ അവരെ ഈ വീട്ടിൽ മൂടി വെച്ചതിന് കൂടി പ്രയോജനമില്ല. അവർക്കും പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും. പുറത്ത് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ട്രക്കിങ്ങിന് പോകണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ വഴി തടയിടുന്നത് ശരിയല്ല. നമ്മൾ നിലവിലെ സാഹചര്യം അതിലെ ഓപ്പർച്യൂണിറ്റി കണക്കിലെടുത്ത് നമ്മൾ അവർക്കൊരു സഹായം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം കൊടുത്താൽ മാത്രമേ അവർക്ക് അവരുടെ പാഷൻ എന്താണോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ എന്താണോ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മേ ബി ഈ ഒരു പെൺകുട്ടി ഭാവിയിൽ വലിയൊരു അഡ്വഞ്ചർ ട്രാവലർ അല്ലെ ഒരു അങ്ങനെ എന്തെങ്കിലും മൗണ്ടനിയറിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ പരിചയ സമ്പത്തോടു കൂടെ യാത്ര നടത്തുന്ന ഇന്ത്യയിലെ തന്നെ അറിയപ്പെട്ടേക്കാവുന്ന തരത്തിൽ അങ്ങനെയുള്ള ഒരാളായിട്ട് മാറിയേക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ സോഷ്യൽ മീഡിയ സ്റ്റണ്ട് ആൾക്കാരെല്ലാവരും വൈറലാകണം, സോഷ്യൽ മീഡിയ വഴി വൈറലാകണം, പൈസ ഉണ്ടാക്കണം, ഇന്റർവ്യൂ നടത്തണം, ഇതൊക്കെയാണ് ആൾക്കാരുടെ ഇന്റൻഷൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടി 4 ദിവസം കഴിഞ്ഞാണ് ഈ കാട്ടിനകത്തുനിന്ന് പുറത്തേക്ക് കടക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന 1/2 ലിറ്റർ വെള്ളം, ഒരു കുപ്പിയിലുണ്ടായിരുന്ന 1/2 ലിറ്റർ വെള്ളവും അതേപോലെ മൊബൈലിൽ ചാർജ് ഇല്ല എന്നൊക്കെയാണ് ഈ ഇദ്ദേഹത്തിന്റെ വാദം. അപ്പോൾ ഹൈക്കിംഗ് എന്താണ്, ട്രക്കിംഗ് എന്താണെന്നുള്ളതിനെ പറ്റി ആൾക്കാർ ആദ്യം തിരിച്ചറിയണം. ഹൈക്കിംഗും ട്രക്കിംഗും, ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈക്കിംഗ് ആൻഡ് ട്രക്കിംഗ്. ഫോർ എക്സാമ്പിൾ, ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ ഷോർട്ട് ടേം ട്രാവലിംഗ് അല്ലെങ്കിൽ ചെറിയൊരു വാക്കിംഗ് അങ്ങനെ ഒരു സംഗതിയാണെന്നുണ്ടെങ്കിൽ അതിന് ഹൈക്കിംഗ് എന്നും. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ലോങ് ഡിസ്റ്റൻസ്, ഒരു മോഡറേറ്റ് കണ്ടീഷനിൽ ഒരു ഒരു നമ്മുടെ ശരീരത്തിന്റെ എൻഡ്യൂറൻസ്, ശരീരത്തിന്റെ കായികക്ഷമത ഇതൊക്കെ അളക്കുന്നതിനുള്ള അല്ലെങ്കിൽ അത്രയും കുറച്ചും കൂടെ ഒരു റിസ്കി ആയിട്ടുള്ള സംഭവമാണ് ഈ ട്രക്കിംഗ്. അപ്പൊ അതിന് നമുക്ക് നല്ല കായിക പ്രതിരോധ ശേഷിയും അതേപോലെ ശാരീരിക ക്ഷമതയൊക്കെ ഉണ്ടായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ 8 കിലോമീറ്റർ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒക്കെ നമുക്ക് ഈ പറഞ്ഞ കാടുകളിലൂടെയും കാടും മലയൊക്കെ താണ്ടി നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇപ്പൊ ഞാനും പോയിട്ടുണ്ട് മേഘാലയയും അതേപോലെ ഈ നോർത്ത് ഈസ്റ്റും അതേപോലെ മറ്റു പല സ്ഥലങ്ങളിൽ ഞാൻ ഈ ട്രക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. ഞാനൊരു മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റ് ആണ്, ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ സ്റ്റീപ്പായിട്ടുള്ള, ഞാൻ മേഘാലയയിലുള്ളപ്പോൾ വളരെ സ്റ്റീപ്പായിട്ടുള്ള നോൺ ഘിയാട്ട് അല്ലെങ്കിൽ ടിർണ വില്ലേജ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മേഘാലയ, ഷിലോങ്ങിനടുത്ത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 4000-5000 സ്റ്റെപ്സും കണ്ട് നമ്മൾ വളരെ സ്റ്റീപ്പായിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുത്തനെ കയറി പോകണം. അപ്പൊ ഏകദേശം ഒരു 3.5-4 കിലോമീറ്ററോളം അത് ദൂരം വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ താല്പര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, പാഷൻ ഇങ്ങനെയുള്ള സംഗതികൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിന് പുറത്ത് ഞാനൊരു 10-13 കൊല്ലം മുന്നേ, ഞാൻ എൻ്റെ +2 കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. +2 സമയത്ത് സ്കൂളിൽ സ്പോർട്സ് മീറ്റ് നടക്കുമായിരുന്നു, സ്കൂൾ തല കായികോത്സവം നടക്കുമായിരുന്നു. അപ്പൊ അതിനിടയിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ക്യാമറ ഉണ്ട്, ഒരു സോണിയുടെ സൈബർ ഷോട്ട് ക്യാമറ കാണിച്ചത്. ഇതാണ് സോണിയുടെ സൈബർ ഷോട്ട് ക്യാമറ. ഇതിന്റെ അച്ഛൻ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാങ്ങി തന്ന ക്യാമറയാണ്. ഇപ്പോഴും മിന്റ് കണ്ടീഷൻ ആണ്, വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല, ഇപ്പോഴും വർക്കിംഗ് ആണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ഈ ഒരു ക്യാമറ എടുത്തിട്ട് കണ്ണൂർ ജില്ലയിൽ ഈ പേരാവൂര് ഭാഗത്ത് പോകുമ്പോൾ കണ്ണവം കാടിനടുത്ത് പെരുവ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പെരിയല്ല പെരുവ. അപ്പൊ അവിടെ ഞാൻ ബസ് ഇറങ്ങിയിട്ട് ഈ പക്ഷികളുടെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോയി ഈ ക്യാമറ എടുത്തിട്ട്. 1-2-3 വട്ടം ഞാൻ പോയിട്ടുണ്ട്, സ്കൂൾ കട്ട് ചെയ്തിട്ട് ഞാൻ പോയിട്ടുണ്ട്. അവിടെ മാത്രമല്ല വേറെയും പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ട് പോയ ചരിത്രമുണ്ട്. അപ്പോൾ ഏകദേശം 8-9 കിലോമീറ്റർ അങ്ങോട്ടും അതേപോലെ തിരിച്ചിങ്ങോട്ടും ഞാൻ എന്ത് ചെയ്തു, നടന്നു. രാവിലെ പോയതാണ്, 9 മണിക്ക് സ്കൂളിൽ പോകാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഞാൻ പോയത് എങ്ങോട്ടേക്കാ, കൂത്തുപറമ്പ് അതേപോലെ ഈ പറഞ്ഞ പേരാവ് റൂട്ടിൽ ബസ് കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോവാം. 8-9 കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ട്. ഈ കാടിന്റെ നടുവിലൂടെ ഈ പറഞ്ഞ പുഴയിലൂടെയൊക്കെ കളിച്ചുല്ലസിച്ച് നടന്നിട്ട് ഇങ്ങനെ പോയി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പലർക്കും പല താല്പര്യങ്ങളുള്ള ആൾക്കാരെ ആ ഒരു കറേജ് അല്ലെ വില്ലിംഗ്നെസ് ടു എക്സ്പീരിയൻസ് ഓർ ഡു എനിത്തിങ് അപ്പോൺ ദെയർ ഇൻട്രസ്റ്റ്, അത് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതേപോലെ ഈ പെൺകുട്ടിക്ക് ഇത്തരത്തില് സാഹസികമായിട്ടുള്ള യാത്രയും ഇങ്ങനെയുള്ള ട്രക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഈ സോഷ്യൽ മീഡിയയിൽ പിന്നെ കഴിഞ്ഞ ദിവസം
ഒത്തിരി പേര് കമന്റ് ബോക്സുകളിലും അതേപോലെ അല്ലാതെയും വീഡിയോ ചിത്രീകരിച്ചിട്ടും ആൾക്കാർ ഈ പെൺകുട്ടിയെ വിമർശിച്ചുകൊണ്ട് പല വീഡിയോകളും ചെയ്തു. അപ്പൊ നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ശരിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഓരോ വ്യക്തികൾക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കും. ഇപ്പം ഈ പെൺകുട്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചൊരു പരിപാടിയാണ്, അല്ലെങ്കിൽ ഫെയിം അല്ലെങ്കിൽ പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നല്ലോ, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തൊരു സംഗതിയാണ് എന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സത്യം എന്തെന്ന് ആ പെൺകുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ. ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, 4 ദിവസം 1/2 ലിറ്റർ വെള്ളം 500 മില്ലി വെള്ളം മാത്രം കൈവശം വെച്ചുകൊണ്ട് കാടിനകത്ത് സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിച്ചിരി ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പെൺകുട്ടി സ്ഥിരമായിട്ട് ട്രക്കിങ്, ഹൈക്കിങ്ങിന് അല്ലെങ്കിൽ മറ്റുള്ള അഡ്വഞ്ചർ സാഹസിക യാത്രയ്ക്കൊക്കെ പോകുന്നൊരു ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ട്രക്കിംഗ് ആണ്, ഹൈക്കിംഗ് അല്ല, ഒരു ഷോർട്ട് ടൈം ട്രാവൽ പ്ലാൻ അല്ല. ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ അതിനിടക്കായിട്ടുള്ള സമയവും ഈ പറഞ്ഞ അത്രയും ദൈർഘ്യമുള്ള പരിപാടിയായിരിക്കും. ബട്ട് എന്നിരുന്നിട്ട് പോലും കയ്യിൽ ആവശ്യ സാധനങ്ങൾ, ഇപ്പൊ ടോർച്ച് ലൈറ്റ് അല്ലെങ്കിൽ ഒരു പവർ ബാങ്ക്, ടോർച്ച് ലൈറ്റ്, മറ്റുള്ള ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ള തുണി, ടർക്കി, ടവലുകൾ, വാട്ടർ ബോട്ടിൽ, ആവശ്യത്തിനുള്ള വെള്ളം, സ്റ്റിക്ക്, എന്തെങ്കിലും വാക്കിംഗ് സ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡിഫെൻസീവ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും സ്റ്റിക്ക് അല്ലെങ്കിൽ കത്തി, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതിലെനിക്ക് എന്തോ ഒരു പൊരുത്തക്കേട് എനിക്ക് തോന്നുന്നു. ഈ പെൺകുട്ടി ഇത് വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി മനഃപൂർവ്വം തന്റെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്തൊരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും തന്റെ പക്കല് അവശ്യ സാധനങ്ങളും അതേപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ശരിക്കും ഈ പെൺകുട്ടിയെ കണ്ടെത്തിയ സമയം അപ്പൊ തന്നെ ഒരു മെഡിക്കൽ ചെക്കപ്പിന്, അതായത് വ്യക്തമായിട്ടുള്ള സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തണമായിരുന്നു. കാരണം പറയുന്നത് 1/2 ലിറ്റർ വെള്ളം മാത്രമേ കയ്യിലുള്ളൂ, പോകുന്ന വഴിയിൽ ഒരു പഴം, ബനാന കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ സത്യമാണോ ഇല്ലയോ നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ചെക്കപ്പ് അനിവാര്യമായിരുന്നു. അത് ചെയ്തില്ല. ആ സമയത്ത് തന്നെ കൈവശം ഉണ്ടായിരുന്ന മൊബൈൽ പരിശോധിക്കുകയും ഒരു സൈബർ വിദഗ്ധന്റെ സഹായത്തോടെ അത് പൂർണ്ണമായിട്ടും പരിശോധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം വാട്സ്ആപ്പ് ചാറ്റ്, കോൾ ഹിസ്റ്ററി തുടങ്ങിയെല്ലാം പരിശോധിക്കണമായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാനുള്ള കാരണം, ഈ ഒരു പെൺകുട്ടി കാണാതായത് പോയതല്ല വിഷയം. ഈ ഒരു പെൺകുട്ടി മനഃപൂർവ്വം ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രീ പ്ലാൻഡ് പരിപാടിയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി നിർദ്ദേശിച്ചിരിക്കണം ഇവിടുത്തെ ഗവൺമെന്റ്, ഉറപ്പായിട്ടും. കാരണം നമ്മളെ ഇപ്പം മറ്റേ വിലൂരോ എവിടെയാണ് നമ്മളെ, കാരണം ഈ അടുത്ത് നമ്മളെ കർണാടകയില് നമ്മൾ അർജുൻ എന്ന് പറഞ്ഞ ലോറി ഡ്രൈവർ പിന്നെ മണ്ണിടിച്ചലില് മരണപ്പെട്ട ഒരു സംഗതി ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മലപ്പുറംകാരൻ മനാഫ് എന്ന് പറഞ്ഞ ലോറി ഉടമ, ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ അന്ന് ഇപ്പം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇപ്പം ഒരു പ്രകൃതി ദുരന്തമായിക്കോട്ടെ, അതല്ല ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടു, അയാളെ സഹായിക്കാൻ ആൾക്കാർ അപ്പോൾ ഓടിയെത്തും. അതാണ് നമ്മുടെ മലയാളികളുടെ പൊതുവെയുള്ള ഒരു കൾച്ചർ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ ഒരു വിശ്വാസം മുതലെടുപ്പ് നടത്തിക്കൊണ്ട് ആൾക്കാരെ കബളിപ്പിച്ചതാണോ എന്നുള്ളത് അറിയാനുള്ള എല്ലാ അവകാശവും നമ്മൾ മലയാളികൾക്കുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതുപോലെ, ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ എന്റെ ഇൻറ്റ്യൂഷൻ വളരെ കറക്റ്റ് ആയിരുന്നു. കാരണം അതിനടുത്ത ദിവസം തന്നെ ഈ നാദാപുരം ഭാഗത്തുള്ള ഈ ഇലക്ഷന് നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് എല്ലാവരും വീട്ടിലേക്ക് വരുന്നു, ഇന്റർവ്യൂ നടത്തുന്നു, പൊന്നാട അണിയിക്കുന്നു. ഇതൊക്കെയാണ് കാണുന്നത്. അത് അവർക്കൊരു PR വർക്കാണ്. കാരണം ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായത് കൊണ്ടാണ് മാധ്യമങ്ങളെല്ലാം ഈ പറഞ്ഞ പെൺകുട്ടിയിലേക്ക് ക്യാമറയും ഒറ്റ നോക്കിക്കൊണ്ട് വരുന്നത്. അത് മുതലെടുപ്പ് നടത്തിയിട്ട് അവിടുത്തെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരും ഈ പറഞ്ഞ ഇലക്ഷന് നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് എല്ലാവരും അവിടത്തേക്ക് പോകുന്നു. അതൊരു ഒരു ചുളുവിന് കിട്ടുന്ന ഒരു PR വർക്ക്. അതങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. മുന്നേ അവളുടെ പേരെന്താ, ഹന്നാനോ അങ്ങനെ എന്തൊരു പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടല്ലോ, മറ്റേ മീൻ കച്ചവടം, കോളേജിൽ പഠിക്കാൻ നേരത്തെ മീൻ കച്ചവടം നടത്തിയിട്ട് പിന്നെ ആളാവാൻ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ ഹനാൻ എവിടെ ആലുവ ഭാഗത്തായിരുന്നു, ആലുവ കളമശ്ശേരി ഭാഗം കണ്ടായിരുന്നു തോന്നുന്നില്ല ഈ മീൻ കച്ചവടം നടത്തി, എനിക്ക് ഓർമ്മയില്ല, ഒത്തിരി നാളുകളായത്. അപ്പൊ ആ ഒരു സമയത്ത് അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒത്തിരി ഈ മാധ്യമ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരും ഈ ചാനലുകാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബിഗ് ബോസ് പോലുള്ള ഏതോ മറ്റേ റിയാലിറ്റി ഷോയിൽ പോലും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല, അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ കണ്ടത് ഈ പറഞ്ഞ പെൺകുട്ടി മോഡലിംഗ് രംഗത്തും അതേപോലെ കുറച്ചൊരു വൾഗർ ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പൊ ഇതേപോലെ ഒന്നും രണ്ടെന്നല്ല ഒത്തിരി പേര് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ആവശ്യമുള്ളത് ആ ഒരു തുടക്കത്തിലുള്ള ആ ഒരു പുഷാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ കയറി പോയിക്കോളും. ഇപ്പം ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇത്രയധികം കേരളത്തില് ഈ ഒരു 1-2 ആഴ്ചയായിട്ട് ഏറ്റവും കൂടുതൽ മീഡിയകളിൽ നിറഞ്ഞു വെക്കുന്ന ഒരു പേരാണ് ശരണ്യം. അപ്പൊ അത് മുതലെടുപ്പ് നടത്തിയിട്ട് ഇനിയിപ്പോ അവർക്ക് എന്ത് ചെയ്യാം, ഒരു സാഹസിക യാത്ര നടത്തുന്ന ഒരു വനിത അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ട്രാവലർ എന്നുള്ള ലേബലിൽ
അല്ലെങ്കിൽ ഒരു മേ ബി അടുത്ത ദിവസങ്ങളിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളുടെ പിന്നെ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ, അല്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ ഏതെങ്കിലും ഈ സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ വിമൻ എംപവർമെന്റ് എന്നുള്ള ലേബലിൽ എന്തെങ്കിലും പരിപാടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിപ്പിക്കുന്നു. ഈ ആൾക്കാരെ കബളിപ്പിച്ചുകൊണ്ട് ഈ മുതലെടുപ്പ് നടത്തി മറ്റുള്ള ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരോടും അല്ലെങ്കിൽ സ്ഥാപനങ്ങളോടൊക്കെ സഹകരിച്ചു കൊണ്ട് തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക. ഇപ്പൊ ഈ പറഞ്ഞ ശരണ്യ എന്നുള്ള പെൺകുട്ടി അത്തരത്തിലൊരു ഇന്റൻഷനോടെയാണ് ഈ കാര്യങ്ങളെല്ലാം, ഈ പ്രവൃത്തിയെല്ലാം ചെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവളെ നമ്മൾ ഒറ്റപ്പെടുത്തണം. കാരണം നമ്മുടെ സമയത്തിനും നമ്മുടെ പ്രാർത്ഥനയ്ക്കും അതേപോലെ നമ്മുടെ എഫേർട്ടിനും പട്ടി വില തരുന്നതിന് തുല്യം അത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ പെൺകുട്ടി 4 ദിവസം കാടിനകത്ത് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാനൊരു കാര്യം പറയാം, ഞാൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് എറണാകുളത്തും ബാംഗ്ലൂരും പല ജോലികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ഞാൻ പറയാം 2-2.5 വർഷ കാലയളവിൽ ഞാൻ എറണാകുളത്ത് ടാക്സി ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്, ഓടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പൊ ഞാൻ എന്റെ കാറിനകത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് അക്കോമഡേഷൻ ഒന്നുമില്ല. അതായത് ഞാൻ കാറിനകത്ത് തന്നെയാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ കുളിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള പബ്ലിക് ടോയ്ലറ്റ് അല്ലെങ്കിൽ പെട്രോൾ പമ്പുകൾ ഇതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് ഒരു 2.5 വർഷ കാലയളവിൽ കംപ്ലീറ്റ് ഇങ്ങനെ ഒരു സാഹസികമായിട്ടുള്ളൊരു ജീവിതശൈലി, അതാണ് എൻ്റെ. ഞാനൊരു പുരുഷനായതുകൊണ്ട് മാത്രമാണ്. അതേസമയത്ത് ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇച്ചിരി ദുഷ്കരമാണ്. അതങ്ങനെ നടക്കുന്ന ഒരു സംഗതിയല്ല. ഇവ 4 ദിവസം ഈ കാടിനകത്ത് 1/2 ലിറ്റർ വെള്ളം കൊണ്ട് ഇങ്ങനെ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് പോസിബിൾ ആണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഈ പ്രദേശവാസികൾ ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ നേരത്ത് യാതൊരുവിധ ഒരു തളർച്ചയോ അങ്ങനെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആ ന്യൂസിൽ വന്ന വീഡിയോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ പെൺകുട്ടിയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ മുഖത്തോ യാതൊരുവിധ വിളർച്ചയും അല്ലെങ്കിൽ തളർച്ചയും അനുഭവപ്പെടുന്നില്ല. നമുക്ക് കാണുന്ന ആൾക്കാർക്ക് നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡ്രഗ് കൺസ്യൂം ചെയ്തിട്ടാണ് ഈ പുള്ളിക്കാരി ഈ കാടിനകത്ത് ഉണ്ടായത് എന്നുള്ളത് കൂടെ നമ്മൾ അന്വേഷിക്കണം. കാരണം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത്, പ്രസ്തുത സമയത്ത് തന്നെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തിയിട്ട് വേണം ഈ പെൺകുട്ടി എന്ത് ചെയ്യാൻ, ഈ പറഞ്ഞ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. നമ്പർ 1 കേരളത്തില് ഈ പറഞ്ഞ ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള മലയാളികളെ പൊട്ടം കളിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും, അതേപോലെ എന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഫെമിനിസ്റ്റ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് നിലനിർത്തി പോകുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പൊ എനിക്ക് പറയാം, ഞാൻ ന്യൂട്രലായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങൾ ഇതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഒരിക്കലും ഒരു ജലസി അല്ലെങ്കിൽ ഒരു അസൂയയുടെ പേരിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയുന്നതൊന്നുമല്ല. അസൂയ തോന്നാൻ മാത്രം ഇതിൽ ഒന്നുമില്ല. അവരുടെ സമയം മാറ്റിവെച്ച് അവർ യാത്ര നടത്തും. അതിൽ അസൂയപ്പെടാൻ മാത്രം ഒന്നുമില്ല. ഞാനും ഒത്തിരി യാത്ര നടത്തിയിട്ടുണ്ട്. എത്രയോ കിലോമീറ്റർ കണക്കിന്, ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഞാൻ വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ട്. പല രാജ്യത്തിന്റെ പല മുക്കിനും മൂലക്കും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും വലിയ അസൂയപ്പെടാനുള്ള സംഗതിയൊന്നുമല്ല. ബട്ട് മലയാളികളുടെ വിശ്വാസം മുതലെടുപ്പ് നടത്തിയിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താണെന്നുണ്ടെങ്കിൽ, പ്രീ പ്ലാൻഡ് സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പെൺകുട്ടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ദാറ്റ്സ് ഓൾ.